വെഹിക്കിൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോളൂ, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തോളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഓക്കെ, നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഓൺ ഡാമേജ് ഇൻഷുറൻസ്, മറ്റൊന്ന് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വെഹിക്കിൾ ഇൻഷുറൻസ് ഉള്ളത്. നമുക്കറിയാം, ഒരു വണ്ടി നിരത്തിൽ റോഡിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാണ്ട് റോഡിൽ വണ്ടി ഇറക്കാൻ പോലും പാടില്ല. അപ്പോ അതാണ് എന്തിനാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ വണ്ടി മൂലം മറ്റൊരാൾക്ക് സാമ്പത്തികമോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആശുപത്രിവാസമോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് നഷ്ടം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട നിർബന്ധിത ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രീമിയം മിക്കവാറും നമുക്കറിയാം, IRDAന്റെ റൂളിൽ ഒരുപാട് കമ്പനീസ് ഇവിടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രീമിയം മിക്കവാറും എല്ലാ കമ്പനികളിലും ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു കമ്പൽസറി ഇൻഷുറൻസ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇൻഷുറൻസ് ഓൺ ഡാമേജ് ഇൻഷുറൻസ്. ഈ ഓൺ ഡാമേജ് ഇൻഷുറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ സാധാരണ വണ്ടി വാങ്ങിക്കുമ്പോൾ ബൈക്ക് ആണെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും, കാർ ആണെങ്കിൽ 3 വർഷം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പക്ഷേ ഇതിൽ ആദ്യത്തെ 1 വർഷം മാത്രമേ നമുക്ക് ആ വണ്ടിക്ക് കവറേജ് ഉണ്ടാവുകയുള്ളൂ. അതായത് കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും. അതിനുശേഷം നമ്മുടെ ഇൻഷുറൻസ് 5 വർഷമുള്ള ബൈക്കിന്റെ ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടാവുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഞാൻ നേരത്തെ എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3 വർഷമുള്ള കാറിനും ബാക്കിയുള്ള 2 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് വണ്ടിക്ക് കൂടി കവറേജ് ലഭിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇൻഷുറൻസ് ആണ് ഓൺ ഡാമേജ് ഇൻഷുറൻസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞ് ഓൺ ഡാമേജ് ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾക്ക് ഫൈന് ചുമത്തുകയോ ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ നിങ്ങളുടെ വണ്ടിക്ക്, പുതിയ വണ്ടിയാണല്ലോ അല്ലെ, അതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൺ ഡാമേജ് ഇൻഷുറൻസ് റിന്യൂവൽ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ. ഇവിടെ സാധാരണ ഇൻഷുറൻസ് ഏജന്റുമാർ, ചില ഇൻഷുറൻസ് ഏജന്റുമാർക്ക് മിക്കവാർക്കും അറിയുന്നുണ്ടാവും. എങ്കിലും ചില ആളുകൾ പുതിയതായിട്ടൊക്കെ ഏജൻസി എടുത്ത ആളുകളൊക്കെ ഓൺ ഡാമേജ് ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമില്ലാതെ ഈ ആളുകളെ കൊണ്ട് പിന്നെ തേർഡ് പാർട്ടിയുടെ പ്രീമിയം കൂടി അടപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് കാർ ആണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തിൽ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഇയർ മുതൽ തേർഡ് ഇയറിലും നമ്മൾ അതിന്റെ കൂടെ ഓൺ ഡാമേജ് ഇൻഷുറൻസ് കവറേജ് മാത്രം, അല്ലെങ്കിൽ ഓൺ ഡാമേജ് ഇൻഷുറൻസിന്റെ പ്രീമിയം മാത്രം അടച്ചാൽ മതി. ബൈക്ക് ആണെങ്കിൽ അടുത്ത 4 വർഷത്തേക്കും ഓൺ ഡാമേജ് ഇൻഷുറൻസ് പ്രീമിയം മാത്രം അടച്ചാൽ മതി. കാരണം ബൈക്കിന് 5 വർഷവും കാറിന് 3 വർഷവും എന്തുണ്ട്, നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറഞ്ഞു, ഓൺ ഡാമേജ് ഇൻഷുറൻസ് പറഞ്ഞു. മൂന്നാമത്തെ ഇൻഷുറൻസ് ആണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബമ്പർ ടു ബമ്പർ, ഫുൾ കവറേജ് ഇൻഷുറൻസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ 3 ഇൻഷുറൻസ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, 3 ടൈപ്പ് ഇൻഷുറൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് ഒന്ന് തേർഡ് പാർട്ടി പറഞ്ഞു, രണ്ടാമത് ഓൺ ഡാമേജ് പറഞ്ഞു, മൂന്നാമത്തത് കോംപ്രഹെൻസീവ് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഫുൾ കവറേജ് പറഞ്ഞില്ല, ബമ്പർ ടു ബമ്പർ പറഞ്ഞില്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ പറയാം, കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോ എന്താണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്? നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ വണ്ടിക്ക് കൂടി കവറേജ് കിട്ടുന്നതിന് വേണ്ടി, വാഹനത്തിന് കൂടി കവറേജ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിനെ, അതായത് തേർഡ് പാർട്ടി പ്ലസ് ഓൺ ഡാമേജ് ഈസ് ഈക്വൽ ടു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. മനസ്സിലായല്ലോ? തേർഡ് പാർട്ടിയും ഓൺ ഡാമേജും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയും. അപ്പോ അല്ലെങ്കിൽ അതിനെ തന്നെ ഫുൾ കവറേജ് ഇൻഷുറൻസ് എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഫുൾ കവറേജ് ആയി, ഇനി നമ്മുടെ വണ്ടി സേഫ് ആയി, നമുക്ക് എന്ത് അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് ലഭിക്കും എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഫുൾ കവറേജ് ഉണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾക്ക് അവിടെ ക്ലെയിം കിട്ടാറില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ക്ലെയിം വന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ അല്ലെ, അതായത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ തേയ്മാനം മൂലം വണ്ടിയുടെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പോ അതിന്റെ എമൗണ്ടും കൂടെ
കണക്ക് കൂട്ടിയിട്ട് കണക്കാക്കിയിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്ലെയിം തരിക. അപ്പൊ നമുക്കൊരു 50,000 രൂപയുടെ വാഹനത്തിന് വർക്ക് വന്നു കഴിഞ്ഞാല്, മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു 30,000 ആയിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരുന്നുണ്ടാവുള്ളൂ. ബാക്കി 20,000 നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. പറയുമ്പോൾ നമുക്ക് ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഡിപ്രീസിയേഷൻ കാരണമാണ് ഈ ഫുൾ കവറേജ് ഇവിടെ കവർ ചെയ്യപ്പെടാത്തത്. അപ്പൊ ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്. അതായത് ഡിപ്രീസിയേഷൻ വരാതെ മുഴുവൻ എമൗണ്ടും നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു സംശയം. അതിനൊരു വഴിയുണ്ട്, വളരെ എളുപ്പമാണ്. നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻഷുറൻസിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ടതാണ് 0% ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നിൽ ഡിപ്രീസിയേഷൻ എന്ന്. അതായത് ഈ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കസ്റ്റമൈസിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പിന്നെ ഈ പറയപ്പെട്ട പോലെ ക്ലെയിം സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഒരു എമൗണ്ടും കുറയില്ല, മുഴുവൻ എമൗണ്ടും ലഭിക്കും. അതിന് 0% ഇൻഷുറൻസ് അല്ലെങ്കിൽ 0% ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ നിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ 0 ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് നാടൻ ഭാഷയിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന്. മനസ്സിലായല്ലോ? ഇതാണ് ബമ്പർ ടു ഇൻഷുറൻസ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൽ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയി മാറുന്നത്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇനി നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ടും നമുക്ക് എന്ത് കിട്ടും, കവറേജ് ലഭിക്കും, ഫുൾ എമൗണ്ട് സെറ്റിൽമെന്റ് കിട്ടും. എങ്കിലും ചില സമയത്ത് നമുക്ക് അങ്ങനെ ഫുൾ എമൗണ്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കുക. ചില ആളുകളൊക്കെ ഇപ്പോൾ വണ്ടിക്ക് ക്ലെയിം വന്നപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇവിടെ നിന്ന് കമന്റ് ചെയ്തോളൂ. എന്താണ് ആ സാഹചര്യം നമുക്ക് നോക്കാം. ചില സാധനങ്ങൾക്ക് നമുക്ക് ഇപ്പൊ എക്സാമ്പിള് വണ്ടിയിൽ ഇപ്പൊ വണ്ടിയുടെ എഞ്ചിൻ ഓയില്, അതുപോലെ തന്നെ കൂളന്റ്, ഇതൊക്കെ ഒരു തവണ ഉപയോഗിച്ച് പുറത്തെടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. നമ്മൾ ഡിസ്പോസിബിൾ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാൻ പറ്റും. അതേമാതിരി തന്നെ ചില നെറ്റ് ബോൾട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രഷ് സാധനങ്ങളാണ് കയറ്റുക. അതുപോലത്തെ സാധനങ്ങൾക്ക് നമുക്ക് എന്ത് കിട്ടില്ല, പിന്നെ ഈ നിൽ ഡിപ്രീസിയേഷനിലും കവറേജ് ലഭിക്കില്ല. അപ്പൊ അതിന് നമ്മൾ എമൗണ്ട് അടക്കേണ്ടി വരും. അതേപോലെ തന്നെ വണ്ടി റോഡിൽ ഡയറക്റ്റ് ടച്ച് ചെയ്യുന്ന ടയറിന് നമുക്ക് ഫുൾ കവറേജ് ലഭിക്കില്ല. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ആ സാധനങ്ങളുടെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ക്ലെയിം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതും കൂടെ നമ്മുടെ ഇൻഷുറൻസ് ആഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല, കൺസ്യൂമറബിൾസ് എന്ന് പറയുന്ന സാധനം ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിനും കൂടെ കവറേജ് കിട്ടും. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യവും അവരുടെ വണ്ടിയുടെ വാല്യൂ ഒക്കെ ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ചില ആളുകൾ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പിന്നെ കോട്ട് എടുക്കും. ആദ്യം കോട്ട് എടുക്കുന്ന സമയത്ത് ഒരു കമ്പനി, ഒരു ഏജന്റ് കൊടുത്തിരിക്കുന്ന പ്രീമിയവും മറ്റൊരു ഏജന്റ് കൊടുത്തിരിക്കുന്ന പ്രീമിയവും തമ്മിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവും. ഏറ്റവും കുറവ് ആരോ പറഞ്ഞാൽ അവിടെ പോയി ഇൻഷുറൻസ് എടുക്കും. ആ ഒരു അബദ്ധം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക. കാരണം നമ്മൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് നോക്കണം. കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആര് തരുന്നോ അതിന്റെ പ്രീമിയം ആയിട്ട് മറ്റുള്ള കമ്പനിയും കൂടെ കമ്പയർ ചെയ്യാന്നല്ലാണ്ട് എല്ലാ ഫീച്ചറും ആഡ് ചെയ്ത ഒരാളുടെ കോട്ടുമായിട്ട് മറ്റൊരാളുടെ കോട്ടുമായിട്ട് താരതമ്യം ചെയ്യരുത്. അത് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോ ഫുൾ എമൗണ്ട് കവറേജ് ലഭിക്കാത്ത മറ്റൊരു സാഹചര്യമാണ് നമ്മുടെ എഞ്ചിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോ വണ്ടി പരസ്പരം ഇടിച്ചിട്ട് വരുന്ന കംപ്ലൈന്റ് അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഏതോ കുറച്ച് വെള്ളം കൂടിയ ഏരിയ കൂടി വണ്ടി ഓടിച്ചു വെള്ളം കയറിയിട്ടോ അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കവറേജിൽ വന്നോളണം എന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫീച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പ്രീമിയം ഇങ്ങനെ ഓരോ ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും പ്രീമിയം കൂടും. മനസ്സിലായോ? വെറും ഒരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് വലിയ എമൗണ്ട് മാറ്റം വന്നിട്ടുണ്ടാവും. അതിനുശേഷം കൺസ്യൂമറബിൾസ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ എഞ്ചിൻ പ്രൊട്ടക്ടർ കൂടെ പറയുന്ന സമയത്ത് വീണ്ടും നമുക്ക്
എന്താകും പ്രീമിയം കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ സാമ്പത്തികാവസ്ഥക്ക് അനുസരിച്ച് പരമാവധി കാര്യങ്ങൾ ചേർത്ത് ഇൻഷുറൻസ് എടുക്കുന്നതന്നെയായിരിക്കും എപ്പോഴും ഗുണകരമാവുന്നത്. കാരണം വണ്ടിയാണ്, വാഹനമാണ്, റോഡിൽ കൂടി പോകുന്നതാണ്, പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലോസ് വളരെ വലുതായിരിക്കും. അപ്പൊ അത് നമ്മളെ തീരെ ബാധിക്കാതിരിക്കാൻ പരമാവധി ഫീച്ചേഴ്സ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, നമ്മളിപ്പോ വാഹനം പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴാണ് എന്താണ് അപകടം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മളൊരു ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു ആക്സിഡന്റ് സംഭവിച്ച് വണ്ടി പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനം പിന്നെ നമുക്ക് അത് പിന്നെ ഏതെങ്കിലും ഒരു സർവീസ് സെന്ററിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടാവും. അപ്പൊ അത് ഒരു ക്രെയിനൊക്കെ വിളിച്ച് ചിലപ്പോൾ വാഹനം കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ പിന്നെ എന്താ പറയാ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അതും വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നമ്മുടെ വാഹനം വളരെ ലോങ്ങിലുള്ള ഒരു പിന്നെ സർവീസ് സെന്ററിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 24/7 റോഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻഷുറൻസിൽ. മനസ്സിലായല്ലോ? 24/7 റോഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കാര്യങ്ങൾ കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം വളരെ സ്മൂത്ത് ആയിട്ട് സർവീസ് സെന്ററിലേക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിച്ചുകൊള്ളും. അപ്പൊ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പിന്നെന്താ പറയാ ലേറ്റസ്റ്റ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കീ ആൻഡ് ലോക്ക് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം കുറച്ച് കോസ്റ്റ്ലി ആയ വണ്ടിയുടെ ഒക്കെ കീക്കോ ലോക്കിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീ ലോക്ക് പ്രോബ്ലംസ് ഒക്കെ അതിലെന്ത് ചെയ്യും, കവറ് ലഭ്യമാകും. ഇത്തരത്തില് നമുക്ക് ഇൻഷുറൻസിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രീമിയം കൂടുമെങ്കിലും അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, നല്ല ബെനഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് ഓണർ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഈ ഒരു സംഭവം ഫീച്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓണർക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഓണറുടെ നോമിനിക്ക് 15 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് എമൗണ്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്തരത്തില് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് IDV, ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ? ഇപ്പൊ നമ്മുടെ വാഹനം നമ്മൾ വാങ്ങിച്ചു, അതിനൊരു ഇൻവോയ്സ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് വർഷം ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഓരോ കമ്പനികളും അതിന്റെ വാല്യൂ ഡിപ്രീസിയേഷൻ കണക്കാക്കി അവരൊരു വാല്യൂ ആ വാഹനത്തിന് കണക്കാക്കും. അതിനെയാണ് IDV എന്ന് പറയുന്നത്. IDV കൂടുന്നതിനനുസരിച്ച് സാധാരണ പ്രീമിയം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി IDV ആര് തരുന്നോ അതായിരിക്കും ഏറ്റവും നല്ല ഇൻഷുറൻസ് എന്നുള്ളത്. IDVക്ക് അനുസരിച്ചിട്ടാണ് വാഹനത്തിന്റെ വാല്യൂ കണക്കാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം പ്രധാന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ വാഹനത്തിന് ഒരു 10 ലാഖ് നമ്മളൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ IDV 7 ലാഖ് ആണെന്ന് വിചാരിച്ചു. നമുക്കൊരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമ്മുടെ വാഹനത്തിന് ഒരു 5 ലാഖിന്റെ നമ്മുടെ IDV വാല്യൂ ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു പിന്നെ 7 ലാഖ് ഡിക്ലെയർ ചെയ്തു. നമ്മുടെ വാഹനത്തിന് ഒരു 7,50,000 മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമുക്കത് മെയിൻ്റനൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്ര എമൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി വളരെ സ്മൂത്ത് ആയിട്ട് പറയും അവർക്ക് അതിനേക്കാളും നല്ലത് അത് സ്ക്രാപ്പിലേക്ക് തള്ളിയതിന്റെ എമൗണ്ട് നമുക്ക് തിരിച്ചു തരികയായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നിപ്പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് IDV വാല്യൂ എപ്പോഴും വളരെ കൂടുതൽ ഉള്ളത് തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ വാഹനത്തിന് കംപ്ലീറ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തരുന്നതും IDV വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതായിരിക്കും നമുക്ക് തരിക. അപ്പോൾ നമ്മൾ വാങ്ങിച്ച എമൗണ്ടിനേക്കാളും ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും IDV. അപ്പൊ നമുക്ക് ഇൻവോയ്സ് വാല്യൂ പോലും വാഹനത്തിന് കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരു സംഭവത്തിൽ അതിനൊരു പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഏറ്റവും
നമ്മുടെ ആവശ്യകതക്കനുസരിച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. വാഹനത്തിന്റെ ഇൻഷുറൻസുമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.